അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പേര് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താ പേരാണ്? അബ്ദുറഹ്മാൻ ഇബ്നു സഖർ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ എന്ന നാമത്തിൽ അറിയപ്പെടല് കേട്ടോ. ഇനി ഹുറൈറ എന്ന കുട്ടി ഉണ്ടായതുകൊണ്ടല്ല അബൂ ഹുറൈറ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുവരെ ഓമന പേര് തന്നെ മൂത്ത കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് അങ്ങനെ പറയാറുണ്ട് അല്ലെ? അബൂബക്കർ അല്ലെ, പിന്നെ മൂസ, ഇങ്ങനൊക്കെ പറയാറുണ്ട്. എന്ന പോലെ അബൂ ഹുറൈറ എന്ന കുട്ടി ഉണ്ടായിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞു തന്നു. മറക്കരുത്. പിന്നെ പറഞ്ഞെന്ന് പറയാൻ സമയം ഉണ്ടാവില്ല. قال رسول الله صلى الله عليه وسلم صلاة الرجل في جماعة تزيد على صلاته في سوقه وبيته 20 درجة وذلك أن أحدهم إذا تولى فأحسن الوضوء ثم أتى المسجد لا يريد إلا الصلاة ولا ينهزه إلا الصلاة لم يخط خطوة إلا رفع له بها درجة وحط عنه بها خطيئة حتى يدخل المسجد فإذا دخل المسجد كان في الصلاة ما كانت الصلاة هي تحبسه والملائكة يصلون على أحدكم ما دام في مجلسه الذي صلى فيه يقولون اللهم ارحمه اللهم اغفر له اللهم تب عليه ما لم يحدث فيه متفق عليه وهذا لفظ مسلم رحمه الله. സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വളരെ ഒരുപാട് പഠനങ്ങൾ ഉൾക്കൊണ്ടൊരു ഹദീസാണ്. ബാബിന്റെ വിഷയം നമ്മൾ പറയും. قال سيدنا أبو هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم حبيب رسول الله صلى الله عليه وسلم പറഞ്ഞു സ്വലാത്തുർ റജുലി, നല്ല മനസ്സിലാകാം, ഒരു മനുഷ്യന്റെ നിസ്കാരം ഫീ ജമാഅത്തിൻ, ജമാഅത്തിലായിട്ട് നിസ്കരിക്കുക. ഒറ്റക്കും നിസ്കരിച്ച, ജമാഅത്തായിട്ടും നിസ്കരിക്കുക, വേറൊരാളൊപ്പം തുടർന്ന് നിസ്കരിക്കാം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ആളാണ് നമ്മളെ ബഹുമാനപ്പെട്ട ശൈഖുന. ഏറ്റവും കൂടുതൽ നമ്മളെ അടിയിലിട്ടോ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചാന്ന് പറയുമ്പോൾ മേലോട്ട് ചിന്തിക്കരുത്. നമ്മളെ ഈ കാലഘട്ടത്തിലാണ് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലും ഒറ്റയ്ക്ക് നിസ്കരിച്ചിട്ടില്ലെന്നാ പറഞ്ഞു. ഇല്ലെന്നാ പറയാൻ തന്നെ നമുക്ക് പേടിയാണ്. ജീവിതത്തിൽ ഒരിക്കലും ഒറ്റയ്ക്ക് നിസ്കരിച്ചില്ല, ജീവിതത്തിൽ ഒരിക്കലും ഒറ്റയ്ക്ക് ഭക്ഷിച്ചില്ല. ഭക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ കൂട്ടിയാൽ കിട്ടില്ലേ? നമ്മളെ പുസ്തകം പോലെ വെച്ചെന്താവും പോരും. വല്ലോ തിന്നാണ്ട് വാറ വരും. നിസ്കരിച്ചാലേ ഞാൻ നിസ്കരിച്ചു, നിങ്ങൾ നിസ്കരിച്ചോളി അറിയും, ഞാൻ നിസ്കരിച്ചുകൂണു, നിങ്ങൾ നിസ്കരിച്ചോളി അറിയും. അപ്പം തന്നെ വേണം നിസ്കരിക്കുന്ന സ്ഥലത്ത് നിസ്കരിക്കുന്ന സമയത്ത് തന്നെ ഹാജരാവണം. അല്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റിയ സാഹചര്യം മുമ്പേ ഉണ്ടാക്കി വെക്കണം. അപ്പൊ ഒരാളെപ്പം കൂടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഉള്ളവർക്ക് പോകണം. അങ്ങനെ നിസ്കരിക്കുക. അപ്പൊ ജമാഅത്തായി നിസ്കരിച്ചാൽ വല്ലാത്ത കിട്ടലാണ്. പടച്ചോൻ നമുക്ക് കൃപ ചെയ്യുന്നതിന്റെ ഓരോരോ ഭാഗമാണ്. എത്ര വട്ടം നിസ്കരിച്ച കൂലിയ ശ്രദ്ധിച്ചു കേട്ടോ. തസീദു, അത് വർദ്ധിക്കും, അലാ സ്വലാത്തിഹി, അവൻ നിസ്കരിക്കുന്നതിനേക്കാൾ, ഫീ സൂഖിഹി, അങ്ങാടിയിൽ നിസ്കരിക്കുക. അങ്ങാടിയിൽ എന്ന് പറഞ്ഞാൽ അങ്ങാടി ജോലിക്കാരനാണ്, നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകണം. അതുപോലെ അങ്ങാടിയിൽ തന്നെയാണ് നിസ്കരിച്ചു ഒറ്റക്ക്. വീടിന്റെ അടുത്ത് നിസ്കരിച്ചു, മുസല്ലിട്ടേ. അല്ലെങ്കിൽ പെരയിൽ തന്നെയാണ് നിസ്കരിച്ചു. സ്കെച്ച് കാണിങ്ങനെ പള്ളിയുടെ കൊടുക്കാറുണ്ടാവും. ഞാൻ പെരയിൽ നിസ്കരിച്ചു പറയും. ഒറ്റക്കോ? ഒറ്റക്ക്. ആ നിസ്കാരം ഏറും 20 ദറജ, 20 ചില്ലാനം ദറജകൾ. രണ്ടും പറയലുണ്ട്. 3 മുതൽ 9 വരെയുള്ള അറബി അക്കങ്ങൾക്കാണ് എന്ന് പറയാം. ചില്ലാനം എന്ന് പറഞ്ഞ നമ്മള് ചില്ലാനല്ല, 5 ചില്ലാനം 10 ചില്ലാനം എന്ന് പറയും. ആ ചില്ലാനം ശരിക്കും 3 മുതലാ പരിഗണിക്കാം. അപ്പൊ 23, 24, 25, 26, 27, 28, 29 മറ്റല്ലോ. ഇനി മറ്റേ അതീത് കൊണ്ട് അത് 27 എന്ന് വന്നിട്ടുണ്ട്. ഇരിക്കട്ടെ, 20 ചില്ലാനം. അപ്പൊ ഒരു
റക്അത്ത് ജമാഅത്തായി നിസ്കരിച്ചാൽ ഒറ്റക്ക് കിട്ടുന്നതിനേക്കാളും 27 ഇരട്ടി കിട്ടും, ഇരട്ടി കൂലി ഉണ്ടാകും ണ്ടോ. ഇനി ബിളെന്നും വായിക്കാം. അപ്പൊ അർത്ഥം വേറെ ചതപ്പോ പറയണേ, ഞാൻ പിന്നെ പറയാം. ണ്ടോ എന്നെ അതാ എന്താ അങ്ങനൊക്കെ ഇത്രയൊക്കെ ഇരട്ടി കൂലിട്ട കാരണം ഈ മനുഷ്യന് പ്രത്യേകമായ ഇഹ്ലാറുന്നിയ്യത്ത്, ഒരു പ്രത്യേക ഒരുങ്ങലുണ്ട്. നമ്മള് ബാബിന്റെ തുടക്കത്തിൽ പറയുന്നത് അമലിന് വേണ്ടി ഒരു ഒരുക്കം. അവർക്കും ശ്രദ്ധിച്ചു നോക്കി. ഇത് നമ്മളും ശ്രദ്ധിക്കണ്ടോ. അറബികളൊക്കെ പെരയുന്ന ഒതെടുത്തിട്ട് വരിക കണ്ടല്ലേ ഞങ്ങള്, അറബികളൊക്കെ കൊടുന്ന പെരയുന്ന ഒതെടുത്തിട്ട് വരും. എന്നിട്ട് ആ പള്ളിയിൽ കയറി എന്താവും ഒന്ന് കുഞ്ഞ് പോകും. എന്തെങ്കിലും വിശ്വാസം ചെയ്തുകൊണ്ട് വരണ്ടാവുന്ന കൈകാണ് പോക്കറ്റ് നിസ്കരിക്കുക. നമ്മളാണെന്തോ അതുവരെ ആ പെരയിൽ വെറുതിരുന്നാലും ഓരോ ഒതെടുക്കൂല, ഒതെടുത്തിട്ട് പോണേ. ഞാൻ അങ്ങനെ അൽഹംദുലില്ലാഹ് ഞാൻ ചെയ്യാറുണ്ട്. പോകുമ്പോൾ ജുമാക്ക് പോവാണെങ്കിൽ തന്നെ ഒതെടുത്തിട്ട് പോകും, പള്ളി ഖുതുബക്ക് പോവാണെങ്കിൽ അങ്ങനെ തന്നെ. പിന്നെ ഇപ്പോ ഒതെടുത്ത് പോയി ഇനി അവിടുന്ന് ഒന്ന് പുതുക്കേണ്ടി വന്നു വെക്കാം. ശൈഖുനെ ഒന്ന് പുതുക്കാന്നറിയാം. നമ്മളാണെങ്കിൽ മൂത്രമൊഴിക്കാൻ പോവാറ്. ഞാൻ ഒന്ന് പുതുക്കേറ്റോ അറിയാം, ഉസ്താദേ പറഞ്ഞിരുന്നു ഒന്ന് പുതുക്കേറ്റ. നമ്മളാണെന്തറിയാം ഞാൻ മൂത്രമൊഴിച്ച് തരട്ടെ. അങ്ങനല്ല, എന്താ രണ്ടും വ്യത്യാസം. ഒന്ന് പുതുക്കി വരാൻ ഒരു നല്ല പ്രവർത്തനം കേൾക്കാൻ തന്നെ ഒരു മാധുര്യല്ലേ. ഒരു ഒന്ന് പുതുക്കാനെ വലിയ പുണ്യമുള്ള കൂലിയല്ലേ. മൂത്രമൊഴിക്ക കൂലി നല്ല കേൾക്കുമ്പോ രണ്ടാമറില്ലേ. നമ്മളെപ്പോഴും ഉണ്ടാവുക നല്ല പോസിറ്റീവായ സംസാരങ്ങൾ സംസാരിക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം ഉണ്ടോ. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒതുക്കുക, എന്നിട്ടാണ് പോവാ. നല്ല സുഖല്ലേ. ഒതൊക്കെ എടുത്ത് ഉഷാറായി താടിയൊക്കെ ചീകി മുടിയൊക്കെ കെട്ടി ടവലൊക്കെ കെട്ടി ഉഷാറായി ചെരുപ്പൊക്കെ കെട്ടാൻ പോയി പള്ളി ചെന്നാന്തയോ നമ്മളവിടെ നിന്ന് കാല് കഴുകിയേ കയറാവൂന്ന് എഴുതിച്ചിട്ടുണ്ടാവും. എന്നായിക്കോട്ടെ, കാല് കയറ്റി കയറിയാൽ മതിയാലോ. ഇത് ചിലപ്പോ ജമാഅത്തിന് ഇതുകൊണ്ടുള്ള ഗുണം ഞാൻ പറഞ്ഞിട്ടോ, അല്ല ശ്രദ്ധിക്കട്ടോ. നമ്മളിപ്പോ ഒരു പള്ളിക്കാട് ചെന്ന് വണ്ടി നിർത്താൻ നോക്കുമ്പോഴോ നിർത്താൻ കടിക്കണില്ല. അപ്പൊ നമ്മൾ കുറച്ച് അപ്പുറത്ത് പോയി വെക്കാറ്. അപ്പുറത്ത് ഞാൻ ഇവിടെ വണ്ടി ഇടാറ്. അവിടെ വണ്ടി ഇട്ട് കണ്ട് ഓടിച്ചെന്ന് മൂത്രപ്പേര അവിടെ നിന്ന് എഴുതി വെച്ച് കാണാനില്ല. ഓന്റെ ബാക്കിലാണേക്കാരം എഴുതി വെച്ചിട്ടുണ്ടാവും. ഓൻ മുന്നിൽ നിന്നിട്ട് തെരയാണേക്കാരം. അത് തെരഞ്ഞ് തപ്പി തെരഞ്ഞ് മൂത്രപ്പേരി പോയി വരുമ്പോ ഇവിടെ എന്താവും പള്ളിക്കത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഇങ്ങനെ ആലും നോക്കുമ്പോൾ ആരും കാണും. ഇപ്പൊ പോകാൻ നേരം ജമാഅത്ത് പോയില്ലേ. നേരെ മറിച്ചാണ് ചെല്ലുമ്പോ തരുന്നുണ്ട് ഇമാമടങ്ങനെ അത്യാത്തിലാണോ നമുക്ക് സംശയം. നേരെ ചെന്നിട്ട് ഇത് ആണ്ട് ഇമാമി അല്ലാഹു അക്ബർ എന്നാണ് പറഞ്ഞത്. അപ്പൊ തന്നെ ഇമാമ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാ 27 ഇരട്ടി കൂലി കിട്ടി. 27 ഇരട്ടി കൂലി അപ്പൊ കിട്ടി. പിന്നെ ഇനി എത്ര മുമ്പിൽ ചേരാൻ കഴിയുന്നോ അത്ര അതിന്റെ ആ വിഹിതങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇരട്ടി കൂടുന്നല്ല ഞാൻ പറഞ്ഞിട്ടോ, വിഹിതം കൂടുന്ന പറഞ്ഞ നല്ല ശ്രദ്ധിക്കണം. 27 ഇരട്ടി എന്ന സംഭവം കിട്ടി. 7 27 ഇപ്പൊ കൂടി 27 ഇരട്ടി ജമാഅത്ത് എന്ന സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒറക്കായത്ത് മുഴുവനും 27 കിട്ടിയ വലിയ കൂലിയായി. 2 റക്അത്തിന്റെ അതിന്റെ വലുതായി. ഇനി മുഴുവൻ തുടക്കം മുതൽ കിട്ടിയേക്കാം. എന്നാ പിന്നെ അയാൾ ഏറ്റവും വലിയ പദവിയുള്ള ആളാണ്. ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടി. ഇൻഷാ നമ്മളെ ഫിഖിന്റെ ബാബിൽ വരും, പറയുകയും വേണം, നമുക്ക് അങ്ങനെ ചെയ്യുകയും വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ മക്കളോടൊക്കെ പറയലുണ്ട്, നമ്മളെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ കുട്ടികൾ പറയും. കുട്ടികളെ നമ്മളെല്ലാം പരിശോധിക്കും. അത് സ്വാഭാവികമാണല്ലോ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനല്ലേ, പഴയ കാലം പോലെ ഒന്നല്ല. ഇമാമാണ് തക്ബീർ ചൊല്ലുക, പിന്നെ നമ്മളൊന്നും അറിയണം. അല്ലാഹു അക്ബർ അപ്പം പറയാൻ കഴിയണം. പിന്നെ ഒന്നും നമ്മൾ ചിന്തിക്കരുത്. അത് നമ്മളെ മക്കൾ ശ്രദ്ധിക്കണ്ടാവും. എൻ്റെ വാപ്പ നിസ്കരിച്ചാൻ പോകുന്ന പള്ളിക്ക് പോയപ്പോൾ എന്തൊക്കെയാ കാട്ടണേ നമ്മൾ ശ്രദ്ധിക്കണ്ടാവില്ല. അപ്പൊ നമ്മളിങ്ങനെ ആ ഭക്തിയിലെ ചെയ്യണം. നമ്മൾ കുട്ടികളെ ഭക്തിയിലെ ചെയ്യാൻ ശ്രമിക്കും. ആദ്യ കാലത്തൊന്നും ഓൽക്ക് നമ്മളെ പോലെ ഭക്തി ഇട്ടില്ല. നമുക്കുണ്ടായി അന്ന് നമ്മൾ സുജൂദൊക്കെ നോക്കിയെന്നില്ലേ, നോക്കൂല്ലോ. അത് കുറച്ചാവുമ്പോ കിട്ടും. എന്നാലും അതിന് പണിപ്പ തുടങ്ങണ്ടേ. അങ്ങനെ അപ്പോ എന്താ കിട്ടാൻ കാരണം ശ്രദ്ധിച്ചോളൂ. പോകുന്ന നിസ്കരിക്കുന്നവരിൽ ഒരാൾ ഇതാ തവല്ല, അയാൾ ഉദു ചെയ്ത് ഉദു മാത്രല്ല നല്ല മട്ടത്തിലുള്ളത് അത് അഹ്സനുൽ ഉദു ഒക്കെ പൂർണ്ണമായിട്ട് കഴുകുക. 3 വട്ടം കഴുകേണ്ട 3 വട്ടം തന്നെ കഴുകുക. തടവേണ്ടത് പുള്ള് തടവുക, ചിക്ക കെറ്റേണ്ട പുള്ള് ചിക്ക കെറ്റ. ഇന്നലക്ക് അത് അഹ്സനുൽ ഉദു. എന്നും അതിനെ കുറിച്ച് മറ്റൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്.
മസ്ജിദ പിന്നെ പള്ളിയിൽ ചെന്നു. ലാ യുരീദു ഇല്ല സ്വലാഹ്, പള്ളിയിൽ പോകുമ്പോൾ നിസ്കാരം മാത്രമേ ലക്ഷ്യമുള്ളൂ. മയ്യത്തട്ടിലെടുക്കാൻ പോയതാണ്. ഷാനവാസ് മയ്യത്തട്ടിലെടുത്ത് അജ്ജും സ്വാദിക്കും പോയിട്ട് അപ്പൊ ചെന്നപ്പാട് ജമായത്തിന് അപ്പൊ കൂടി അല്ല, ഇവൻ നിസ്കരിക്കാനായിട്ട് ഉള്ളൂടുത്തിട്ട് പള്ളിക്കൊന്ന് പോവാണ്, പള്ളിയേക്ക് പോവാണ്. ആ പോണിന് വേറെ പ്രത്യേകത ഉണ്ട്. ഓന്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ കടയിൽ നിന്ന് പുറപ്പെടിച്ചിട്ടില്ല ഇല്ല സ്വലാത്തോ, നിസ്കാരമല്ലാതെ. അപ്പൊ നിസ്കാരം തുടങ്ങാനെങ്കിൽ ഞാൻ നിസ്കരിച്ചിട്ട് വേണ്ട, നിങ്ങൾ ഇതൊന്ന് നോക്കിട്ടോ ഞാൻ നിസ്കരിച്ചാട്ടെ. അതിനെ പോയി അല്ലെങ്കിൽ ഷട്ടറാണ് താത്തി പാക്കജയിലാണ് എന്തേലും ഗ്രില്ലൊക്കെ ഇട്ടക്കലാണ് പൂട്ട പോവാ. അത് ഇവിടെ നമുക്ക് പറഞ്ഞു നടക്കുക. സൗദി അറേബ്യയിൽ മുമ്പുണ്ടായി മുത്തവന്മാരായിട്ട്. ഇപ്പൊ എന്തായി മിലിറ്ററിന്റെ കാലം, ഇപ്പൊ പ്രശ്നമില്ല, ഇപ്പൊ അടച്ചോളണമെന്നൊന്നുമില്ല. മുമ്പ് അടച്ചിട്ടുണ്ടാവും, മുസ്ലിം അല്ലാത്തവരും കട അടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളണം, പുറത്ത് തുറന്നേക്കാൻ പാടില്ല. മുത്തവന്മാർ വന്നിട്ട് അടിയിട്ടു. കുറെ നിയമം നല്ലത് തന്നെയാണ് കേട്ടോ, അവിടുത്തെ നിയമം അങ്ങനെയാണ്. നമ്മളെ തേനൂര് പാപ്പ അങ്ങനെയല്ലേ, സ്കെച്ച് പോകത്തെന്താടോ ചെയ്യുന്നില്ലേ? തേനൂർ പാപ്പനെ കേട്ടില്ല, നവറുല്ലാഹുമർക്ക തേനൂര് പാപ്പനെ സ്കെച്ച് പോകാൻ തുണി മടക്കി കുത്തയിച്ചില്ലെങ്കിൽ എന്തോ അടിട്ടും കാലിനോട്ടിനെ ഇവിടെ അടക്കി കുത്തയിച്ചാലാണ് അവിടുത്തെ വെച്ച് കണ്ട അടക്കല് ചോദിച്ചു. ഓല് പിന്നെ വേറെ ഒന്നും ചിന്തിക്കണില്ലല്ലോ. പിന്നെ എന്നാൽ അല്ല ശ്രദ്ധിച്ചോളി, പെരയുന്ന ഒന്നിടത്താണ് പോവുകയാണെങ്കിൽ ഒരു ചവിട്ടടിയും വെക്കൂല. നമ്മൾ നടക്കാൻ അങ്ങനെ സ്റ്റെപ്പ് വെക്കണല്ലോ. പള്ളിയിലേ പോവുക, നിസ്കരിക്കാൻ പോവുക, ജമാഅത്തിന് പോവുക, അതിനൊക്കെ പോകുമ്പോ ദീർഘമായ വഴിയിൽ പോകണം എന്ന് പറയാൻ കാരണം എന്താണ്? ഒരു ചവിട്ടടിയും വെക്കൂല. ഇല്ലാ ബിഹാ ദറജ, മുന്നിലേക്ക് വെക്കുന്ന ഓരോ ചവിട്ടടിക്കും ഒരു പദവി നമുക്ക് കൂടിയിട്ടുണ്ടാകും. ഇവിടെ പദവി നോക്കിയാൽ മനസ്സിലാവൂല. വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ആണെന്നല്ലപ്പോ പറഞ്ഞത്. പദവി വിടുമ്പോഴേ അവിടെ പദവി ഉണ്ടായിരിക്കും. നമ്മളെ ഇത്രത്തോൻ എനിക്ക് കൂലിയിട്ടാകാൻ അപ്പൊ പറയാം, അന്ന് മഴ കൊണ്ടിട്ട് പള്ളിയിലേക്ക് പോയില്ലേ, അതിന് എനിക്ക് ഇത്ര കൂലിയുണ്ട് എന്ന് പറയുന്ന മനുഷ്യന്മാർ വല്ലാതെ സന്തോഷിക്കുന്ന സമയം ഉണ്ടാവും. അപ്പോ അങ്ങനെ ചില ആൾക്കാരുണ്ടാവും അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടാവും അറിയില്ല, ഒന്നും ഉണ്ടാവില്ല. അക്കൗണ്ട് എടുത്ത് പോയിട്ടുണ്ട്, എടുത്തു നോക്കുമ്പോൾ ഒരുപാട് പൈസ ഉണ്ടാവും, ഭയങ്കര സന്തോഷമാവും. ഇനി എപ്പോഴും ഇങ്ങനെ അക്കൗണ്ട് പരിശോധിക്കരുത്. എന്നാ പരിശോധിക്കാതിരിക്കും വേണ്ട കേട്ടോ, എല്ലാവർക്കും നമ്പർ കൊടുത്തിട്ട് ഓല അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചുകൊണ്ടി അതാ. അപ്പൊ ഓരോ ചവിട്ടടി വെക്കും, മുന്നോട്ട് വെക്കുന്നതിനാട്ടോ തന്നെ എന്ന് പറഞ്ഞേ. ഒരു കാലം മുന്നിക്കും മറ്റേ കാലം പിന്നിക്ക് വരും, പിന്നിക്കിട്ട് പോരുന്ന കാലിന് ഒരു പാപം പൊറുക്കുകയും ചെയ്യും. അപ്പൊ ഒരടി ശരിക്കും നമ്മൾ വെക്കുമ്പോ ഒരു പദവി കൂടുകയും ഒരു പാപം പൊറുക്കുകയും ചെയ്യും. അങ്ങനെ പള്ളിയേക്ക് പോയി വരുമ്പോൾ ഉണ്ടാവും ഏകദേശം പാപങ്ങളൊക്കെ തീരും. ഈ പാപം തീർന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതിനും കൂടി കൂലി കൊടുക്കും, അതിനും കൂടി കൂലി കൊടുക്കും. ഏതുപോലെ നമുക്ക് ലീവ് ഉണ്ടാവും, ജോലിയിലെ ലീവ് എടുത്തില്ലെങ്കിൽ എന്താവും? ആ ലീവ് സാലറി കൂടി കിട്ടും. അങ്ങനെ എന്ന മാതിരിയാണ്. അങ്ങനെ പള്ളിയിലെത്തോളം ഈ പദവിയും കൂലിയും പാപം പൊറുക്കലായിട്ട് ഇങ്ങനെ പോകും. പള്ളിക്കാണ് കയറിയാലോ ഓമിന്റെ നിസ്കാരത്തിലായി. എന്തിനപ്പോ പള്ളിക്ക് കാത്തിരിക്കണത്? പാമ്പ് കൊടുത്തിട്ടുള്ളൂ, ഇനി എത്ര 20 മിനിറ്റ് ഇരിക്കണം. ഇങ്ങനെ 2 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, ആ 4 നിസ്കരിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇരിക്കുക. എന്തിനാ ഇരിക്കണത്? നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴായിക്കാവുള്ളൂ അപ്പൊ എനിക്ക് കൂടെ നിസ്കരിക്കണം. എന്തെല്ലാം പണി ഉണ്ടായിരുന്നു അതൊക്കെ മുടക്കിയിട്ടിരിക്കുകയാണല്ലോ. അതാ കാനബിസ്വലാത്തി, ഓ നിസ്കാരത്തിലാകും. എപ്പോ മാ കാനത്തി സ്വലാത്തു നിസ്കാരമാണ് ഓനെപ്പോൾ തടഞ്ഞു നിർത്തിയിരിക്കണേന്ന്. ഓൻ ചെന്നപ്പോ എന്തായി? പോട്ടേച്ചിട്ട് പോയി. ചെന്നപ്പോ വേഗം എത്തി. ചിലപ്പോ അങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മള് വിചാരിച്ചെടുക്കാൻ നേരത്തെ എത്താൻ കഴിയും. അപ്പൊ എന്താ കുറെ സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും, സുന്നത്ത് സ്കെച്ച് കാത്തിരിക്കേണ്ടി വരും. ആ കാത്തിരിക്കുന്നത് നിസ്കാരം പോലെ തടഞ്ഞു. സലാം വീട്ടി നിസ്കാരം കഴിഞ്ഞത് കഴിഞ്ഞ പോകൂലേ? പോകുമായിരുന്നു. പോവാത്തത് എന്തുകൊണ്ടാ? ഈ നിസ്കാരം തീർന്നിട്ടില്ല, ജമാഅത്ത് തുടങ്ങട്ടെ
കൊടുത്തയച്ചിട്ടാണ്. അതിൻ്റെ ഒരു കൂലി എത്രയെന്ന് അറിയങ്ങൾ മറ്റൊരു രാജ്യത്ത് നിന്ന് പ്രധാനിക്കുമ്പോൾ ഒരു റിബാത്ത് എന്നാണ്. അതാണ് പോലെ പിന്നെ പിന്നെ അവലംബ കേന്ദ്രം എന്നാണ്. അതാ വൽ മലായികത്തു എന്നാ ഈ സമയത്തൊക്കെയും മലക്കുകള് യുസല്ലൂന അലാ അഹദിക്കും നിങ്ങളിൽ ഒരാളുടെ മേലില് സ്വലാത്ത് ചൊല്ലുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മലക്കാള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദ്വാരക്കലാണ്. അപ്പൊ ഈ നിസ്കാരത്തിന് വേണ്ടി കാത്തിക്കണ മനുഷ്യന് മലക്കാൾ ഇങ്ങനെ ദ്വാരക്കാണ്. മാതാമപ്പി മജ്ലിസില്ലതി സ്വല്ലാഫിഹി സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇരിക്കണ അതേ ഇരുത്തത്തിലിരുന്നു. അങ്ങനെ ചില ആൾക്കാർ മൂലം തന്നെ മുക്കരോട് പോയി എന്താ ഈ കാമന്തം കൊടുക്കണ്ടേ, കൊടുക്കല. ഇപ്പൊ പിന്നെ ഈ ആദ്യം വെച്ചതുകൊണ്ട് ഒരു നിർവാഹമില്ല. മൂപ്പര് ക്യൂ ക്യൂ പറഞ്ഞാൽ എന്താവും ഈ കാമത്താണ്ട് കൊടുക്കും. അങ്ങനെയാണ് ഇപ്പൊ ഉള്ളത്. മുമ്പ് അങ്ങനെയല്ലല്ലോ. മുമ്പ് കൊടുത്തിടാം ചിലർ മുക്കടിച്ച് കൊടുത്തിടണ്ട് പോകാൻ നേർമുകണ്ട് അറിയാം. അയാൾക്ക് നേർമുകണ്ടി വേഗം കൊടുത്തോളണം. അയാൾ അഥവാ വിരോളം കാത്തുന്നില്ല പിറ്റേന്ന് മുക്കർക്ക് ചോറിനുമ്പോ ചീത്തയും കേൾക്കേണ്ടി വരും. ഇതൊക്കെ നമ്മൾ കുറെ അനുഭവിച്ചതാണ്. പിന്നെ ഓര് അങ്ങനെയല്ലല്ലോ. അങ്ങനെയുണ്ടോ? അങ്ങനല്ല. ഒരാൾക്ക് ഇച്ചിരി പ്രത്യേകമൊന്നുമില്ല. അതിനൊക്കെ ഒന്ന് കാത്തിരിക്കുക, കൂലിട്ടും അടങ്ങി ഒരിടത്ത് ഇരിക്കുക. ഉണ്ടോ? എന്താ മലക്കാൾ പറയാ, പടച്ചോനെ ഈ കാത്തിരിക്കണ മനുഷ്യനെ നീ റഹ്മത്ത് ചെയ്യണേ. ഇയാൾക്ക് നീ പുറത്തു കൊടുക്കണേ. ഇയാളെ മേൽ നീ തൗബ സ്വീകരിക്കണേ എന്ന് പറയും. മാലം യുഗതി അവിടെ എടങ്ങേറിലൊന്നും ഉണ്ടാക്കാൻ പാടില്ല. എടങ്ങേറിലൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഏത് നിലക്കും പറ്റൂല. സംസാരിച്ചിട്ടായിക്കോട്ടെ. ഇവനാണ് തുടങ്ങിപ്പോ. ചില ആൾക്കാർ അങ്ങനെയാണ്. പള്ളിയേക്കിട്ട് കേറി വരുമ്പോഴത്തേന്തോ ഒരു സലാമുണ്ട്. ഇടിമുഴക്ക സൗണ്ടാണ് ആ സലാമിന്. ഈ നിസ്കരിച്ചുള്ളവരൊക്കെ നെട്ടിയിട്ടുണ്ടോ? എമ്മാതിരി തിലാമാസിൽ ഇട്ടിട്ടേ സലാം പറഞ്ഞാല് അവനാന്റെ നിസ്കരിക്കൽ എവിടെ ആൾക്കാർ അസ്സലാമു അലൈക്കും അറിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും പറഞ്ഞു. എന്നിട്ട് ചിലവഴോ നമ്മൾ വിചാരിച്ചു വലിയ ജമാഅത്തുകൾ ഒന്നും ഉണ്ടാവും, ഒറ്റക്കാണ് കിടന്നിട്ട് ഇതും പറ്റൂല. അല്ലെങ്കിൽ മുസാഫിന്റെ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങിയോ അവിടെ എങ്ങനെ ആൾക്കാർ സ്വന്തം നിസ്കരിക്കണേ. അതും പറ്റൂല. അതും ബുദ്ധിമുട്ടാക്കലാണ്. ഇനി എന്തെങ്കിലുമൊക്കെ തിന്നു അല്ലെങ്കിൽ നല്ല നാല് പുക വലിച്ചിട്ട് ആ പള്ളിയിൽ കയറാൻ നേരത്തെ വലിച്ചിടല്ലോ. ആ കയ്യേറ്റൊന്ന് പിടിച്ചു വെക്കുക. ആ കഴിഞ്ഞു കഥ. പിന്നെ രട്ടിസ് നന്നാവില്ല. ഇതിൽ വെച്ചോ എന്നോട് ദേഷ്യം വെക്കേണ്ട, വേഗം നിർത്തുക. വേറെ മാർഗമൊന്നുമില്ല. ചില ആൾക്കാർക്ക് ഒരു മുട്ടലാണ് ഇടക്കിടക്കൊന്ന് തന്നെ. ഞാനൊന്ന് വണ്ടി പോയി നോക്കി വരട്ടെ, ഞാനൊന്ന് ബാത്റൂം പോയി. ബാത്റൂം ഒന്നുമില്ല, മൂപ്പർക്ക് ഇതാണ് പരിപാടി. അത് പാടില്ല. എന്തിനാണ് നമ്മൾ ശരീരത്തിൽ ആക്രമിക്കണേ? ആടെ വിഭാഗം എന്താ പൈച്ചിട്ട് പ്രശ്നം എന്താ? നിർത്തിച്ചിട്ടൊന്നുമില്ല. തിരിയണം, അന്ന് നിർത്തണം. എന്നാണ് അതിന്റെ വിപത്ത് മനസ്സിലായി അന്ന് നിർത്തണം. കേട്ടോ? അത് നല്ലതാ. അപ്പൊ നമ്മളല്ലേ പള്ളിയിലുള്ളിൽ നിന്നവരൊന്നും വരരുത്. അതിനപ്പോ ഈ വീഡിയോ ചൊല്ലുവാൻ ഇങ്ങനെ തന്നെയാണേ. നിങ്ങൾക്കിത് അറിയില്ല. നിങ്ങളറിയില്ല. നമ്മൾ കുറെ ആളുകള് ചില ആൾക്കാരൊക്കെ ഉണ്ട് ചെവിയിൽ വന്നിട്ട് അങ്ങോട്ട് പറയും, അല്ലെങ്കിൽ കൂട്ടിപ്പിടിച്ചിട്ടും കണ്ട് പറയാണ്ട് ഓർക്ക് പോലെ വിഷമാണ്. നമ്മളെ എതിർക്കല്ല. പക്ഷേ അവരവരുടെ ആ വീഡിയോ വെച്ചിട്ടൊന്നും ശരിയാക്കിയിട്ടുണ്ടല്ലോ. ക്ലോസ്റ്റിക് ആദിവാസനക്കാരൻ മറ്റുള്ള മലക്കുകളും ദേഷ്യപ്പെടുന്നാണ് പറയുന്നത്. ഉണ്ടോ? ഈ അതീതന്റെ വിശദീകരണത്തിൽ കാണ ദുർഗന്ധം വമിക്കുന്നത് തിന്നു വരിക. അതുകൊണ്ടാണ് ഇത് കടക്കല്ല പള്ളിയിൽ ഉള്ളി തിന്നവരാരുന്ന. ഉള്ളി തിന്ന അന്ന് ദുർഗന്ധമുള്ള സാധനം അതായിരുന്നു. ഇപ്പൊ ദുർഗന്ധം ഉള്ളിക്കല്ലുള്ളത്. ഭാരത്തൊക്കെ കണ്ണി കണ്ടു തിന്നിട്ട് വരല്ലേ. അപ്പോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ അഥവാ ഉണ്ടായി നോക്കുക. ചിലവർക്ക് അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ അതിന്റെ ആറാമോ അലാലൊന്നും പറഞ്ഞവിടെ പ്രശ്നമാക്കല്ല. ഇനി വലിക്കുന്നത് അതൊക്കെ പള്ളിയിലേക്ക് കയറുമ്പോ ബാത്റൂമിലൊക്കെ ഇരുന്ന് കക്കൂസിലൊക്കെ ഇരുന്ന് വെച്ചണ ആലോചിച്ചോക്കാണേ. അല്ല, ചിന്തിക്കാനാ ഞാൻ പറഞ്ഞത്. കക്കൂസ് പറഞ്ഞാൽ തന്നെ എന്താണ്, ധാരാളം ബാക്ടീരിയകൾ നിറഞ്ഞ സ്ഥലം. അതിന്റെ അടിയിൽ ഇയാൾ രണ്ട് വലി ഇനി കയറാൻ ആരെയും ബാക്കി ഉണ്ടാവോ? എന്നിട്ട് എത്ര ആൾക്കാർ എക്സ്ട്രാ കയറി ഈ കയറിയിൽ പുറത്ത് കൂടില്ല. ഓലാടെ പിടിച്ചിട്ടുണ്ടോ? പിന്നെങ്ങനെ രോഗമില്ലായിരിക്കണേ? അത് പുറത്തുനിന്ന് ഏതൊന്ന് ബ്രഷൊക്കെ ചെയ്ത് കയ്യൊക്കെ ഒന്ന് സോപ്പിട്ട് കൈക്ക് കുറച്ച് അത്ര കൈമ പെരട്ടിന് പോയിക്കൂടെ നിസ്കരിക്കാൻ. ഞാൻ വെറുതെ ആരും കുറ്റപ്പെടുത്താൻ പറയല്ല. നിസ്കരിക്കാൻ അടുത്തിക്കാൻ കഴിയില്ല. ഓലി സ്മെല്ലടിച്ചിട്ട്. പിന്നെ വലിക്കണവർക്ക് ഇത് അറിയില്ല കേട്ടോ. വലിക്കണവർക്ക് ഇത് അറിയില്ല.
അവർക്കറിയില്ല അതിനെ പറ്റി ഉണ്ടോ? പാവങ്ങൾ അറിയുന്ന കുറ്റം അറിയിട്ടാണ്. ഇപ്പം ആരെങ്കിലൊക്കെ വലിച്ചു, നമ്മളൊക്കെ മുമ്പ് വലിച്ചിരുന്ന തന്നെയാണ്. പിന്നെ ഇപ്പം ഇതിൻ്റെ കേട് മനസ്സിലായപ്പോൾ നിർത്തി. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അത്ര പറയാൻ മനസ്സിലാവുന്നതും കേട്ടോ. ആയിക്കോട്ടെ. മാലം എഴുതി രണ്ടാമത്തെ ഒന്ന് കൂലി നഷ്ടപ്പെടുന്നത് മുറിയ. അപ്പൊ പള്ളി കയറി ജമാഅത്തിന് വന്ന് ഇരുന്ന് അങ്ങനെ ഇരുന്നോ കെടുന്നൊക്കെ ഉറങ്ങി മുറിഞ്ഞിക്കണ്. എന്നാ അപ്പം മുതൽ ഈ മലക്കൾ ദ്വാരക്കുന്നുണ്ട്. എന്തോ ദ്വാരക്കുന്നില്ല ഇപ്പൊ? അല്ലാഹുമ്മ റഹ്മഹു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ തുബ് അലൈഹി. ഇതാ ഒരു വട്ടം പറയുന്നല്ല, യഖൂലൂന മലക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉണ്ടോ? വൽ മലായികത്തു യുസല്ലൂന, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദ്വാരക്കൊണ്ടേയിരിക്കും. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇത് നിർത്തും തന്നെ ഒന്ന് മുറിഞ്ഞാലേ. അപ്പൊ പള്ളിയിൽ അതിന്റെ ആദാബിൽ പോയാലേ എന്ത് എത്ര കൂലിട്ടാൻ കാരണം എന്നാ ചോദ്യം. ഇവൻ പള്ളിയിലേക്ക് വേണ്ടി പ്രത്യേകമായ ഒരു തയ്യാറെടുപ്പ് നടത്തി നല്ല നെയ്യത്തിൽ പുറപ്പെട്ടു എന്നാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, പ്രദാനം ചെയ്യട്ടെ. നമുക്കൊക്കെ അങ്ങനെ വേണം. പള്ളിയിൽ നിന്ന് ഒതുക്കുക. വെള്ളിയാഴ്ചക്ക് എന്ത് ചെയ്യാ? അവിടെ തിരക്കിൽ പോയി ഒതുക്കല്ല. തിരക്കിലൊക്കെ ഒതുക്കൊണ്ട് വരുവാണ്. ഈ മയ്യത്തൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അവിടാണ്ട് പോയി തിരക്കിയിട്ട് ഒരു ഒതുവാണേക്കാരൻ. അതൊക്കെ നിങ്ങൾ ശരിക്കും ആലോചിച്ചു. ഒരു ഒതുവാണേക്കാരൻ അത് കൈയിട്ട് വാരി അപ്പൊ മറ്റോ ഇങ്ങോട്ട് കെകിണ്ടാവും, കെകിണിന്റെ ഇങ്ങോട്ട് തിരക്കുണ്ടാവും. പക്ഷെ അത് ഒതുവിൻ്റെ അവിടെ പറഞ്ഞു തന്നെയാണ്. ഞാൻ അത് വിശദമായി പറയല്ല. അങ്ങനെ തിരക്കൊന്നും പാടില്ല. നമ്മളെത്ര ഒതുണ്ടായാൽ പോരെ. ഇന്ന് എത്ര സൗകര്യമുണ്ട്. ഏത് ടോയ്ലറ്റിന്റെ അടുത്തും പൈപ്പ് ഉണ്ടാവുമല്ലോ. ഒന്ന് മൂത്രമൊഴിച്ച റോഡ് എടുക്കാൻ വലിയ പണിയുണ്ടോ? ഇല്ലേ. മുമ്പൊക്കെ വലിയ പണി. ഞാൻ അഥവാ കിട്ടിയില്ല പിന്നെ നിർവാഹമില്ല കേട്ടോ. അപ്പൊ നമ്മളെ യാത്രയുടെ ഇടയിൽ ഒന്നും മുറിഞ്ഞു, അല്ലെങ്കിൽ പരിന്ന് ഒതുർത്തുകാണ് പോരുകയാണ്, പെട്ടെന്ന് ഒതുവാണ് മുറിഞ്ഞു, കീവായി പോയി. എന്താ ചെയ്യാ? അതിനിപ്പോ കുറ്റമൊന്നുമില്ല, അതിനൊന്നും കുറ്റം കിട്ടൂല. അതിനൊക്കെ നമ്മളീ പറഞ്ഞ കൂലി മുറിയില്ല. കാരണം കൊണ്ട് ഇവ മലപ്പുറം ഒഴിവാക്കി പോകുന്നതല്ലല്ലോ. പഠിച്ച വലിയ കൃപുള്ളവനല്ലേ. അത് കിട്ടിക്കൊണ്ടിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാ ഞാൻ മറ്റേ കൂടെ കുറച്ച് ഓതല്ലേ. അത് അതിന്റെ അർത്ഥം പറഞ്ഞാണ്. അത് ചില ഇമാം നവവി റളിയല്ലാഹു അൻഹു പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഖൗലു യൻഹസുഹു, ഇവിടെ ലാ യൻഹസുഹു ഇല്ല സ്വലാത്തു, നിസ്കാരമല്ലാതെ അവനെ പുറപ്പെടുവിച്ചിട്ടില്ലായിരുന്നല്ലോ. അതാ ഹുവ ബിൽ ഫത്ഹിൽ യാ, ഫത്ഹിൽ യാ യൻഹസുഹു വബിൽ ഹാ വൽ ഹാഇ. ഉണ്ടോ? യൻഹാ വബിസ്സായി റാ അല്ല സാ ആണ്. സായ് സായ് യഖ്രിജുഹു, അവനെ പുറപ്പെടുവിക്കുക, വയനഹുഹു പ്രവേശിപ്പിക്കുക എന്നാണ്. പള്ളിയിൽ പ്രവേശിപ്പിക്കുക. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അല്ലാഹു തആല അവനെ തൗബ സ്വീകരിക്കണേ.